Hello friends, welcome to പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. SLC +1 +2 പബ്ലിക് എക്സാം എഴുതിയിരിക്കുന്ന എല്ലാവരുടെയും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന വാല്യൂഷനും റിസൾട്ടും ഒക്കെയാണ്. കുറച്ച് എക്സാംസുകൾ ഏറ്റവും അവസാനം കഴിയാനുമുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ SSLCയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി അങ്ങോട്ട് ഒരുപാട് അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഇനി അങ്ങോട്ട് +2 ഏതെടുക്കണം, കരിയർ റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഒക്കെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വാല്യൂഷനുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം എന്താണ് വൈകുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ വാല്യൂഷൻ ഏപ്രിൽ 6-ാം തീയതി തുടങ്ങുകയും 7-ാം തീയതി ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യേണ്ടിയിരുന്ന സ്ഥാനത്ത് ഈ ഇലക്ഷനും ബാക്കി കാര്യങ്ങളും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് 6-ൽ നിന്ന് ഇപ്പോൾ 16-ലേക്ക്, അതായത് ഏകദേശം 10 ദിവസത്തെ നീട്ടിവെക്കലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ പേപ്പറുകൾ ആ സ്റ്റോറുകളിൽ തന്നെ, അതായത് കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങളിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തിന്? ടീച്ചർമാർ വാല്യൂറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ 16-ാം തീയതി മാത്രമാണ് നിങ്ങളുടെ പേപ്പറുകൾ വാല്യൂറ്റ് ചെയ്ത് തുടങ്ങുന്നത്, വാല്യൂഷൻ ക്യാമ്പുകളിൽ എന്ത് ചെയ്യുന്നത്, പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് നിങ്ങളുടെ റിസൾട്ടുകളിലും ഉണ്ടാകാനുള്ള ഡിലേ ആണ്. അപ്പോൾ നിലവിൽ നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് മെയ് 1, മെയ് 8 എന്നൊക്കെയുള്ള ഡേറ്റുകൾ വന്നു. പക്ഷെ ഇപ്പോൾ നിലവിലെ പ്രാക്ടിക്കലി നമുക്ക് നോക്കുകയാണെങ്കിൽ മെയ് 3rd വീക്കൊക്കെ ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. പക്ഷേ അത് എത്രത്തോളം നിങ്ങളുടെ അടുത്ത അഡ്മിഷൻ, അതായത് +1 അടക്കമുള്ള അഡ്മിഷനെയും അലോട്ട്മെന്റിനെയും ബാധിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം സാധാരണ ഒരു ജൂൺ അവസാനത്തോടു കൂടി, ജൂൺ 20-ന് ശേഷമൊക്കെ +1 ക്ലാസ്സുകൾ തുടങ്ങാൻ കേരളത്തിൽ സാധിക്കാറുണ്ട്, പുതിയ അക്കാദമിക് ഇയർ. അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, അലോട്ട്മെന്റുകളുണ്ട്, ബാക്കി അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ തുടങ്ങണമെങ്കിൽ മെയ് 1st വീക്കിൽ തന്നെ എന്ത് വരണമായിരുന്നു, റിസൾട്ട് വരണമായിരുന്നു. ഇത്തവണ ചെറിയൊരു ഡിലേ വന്നേക്കാം. അത് എങ്ങനെ അടുത്ത ഗവൺമെന്റ് അല്ലെങ്കിൽ ഇനിയുള്ള ഭരണ സംവിധാനം കൈകാര്യം ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, റിസൾട്ട് നേരത്തെ വരണമോ അല്ലെങ്കിൽ ഇങ്ങനെ താമസിക്കുന്നത് ലോട്ടറി അടിക്കുന്ന രീതിയാണോ? എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും പുതിയ കഴിഞ്ഞ എക്സാംസ്, ഇപ്പോൾ കെമിസ്ട്രി ഉൾപ്പെടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുകൂടി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. ഒരു എക്സാം കൂടിയാണുള്ളത്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.